ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സുധീഷ് രാഘവൻ. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള അൺഅക്കാദമിയിൽ കേരള PSCയുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്ററാണ്. ഈ പ്ലാറ്റ്ഫോമിൽ 37ഓളം കോഴ്സുകളും 550ഓളം ലെസൺസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ലഭ്യമാവുന്നതാണ്. അതിനുവേണ്ടി പ്ലേ സ്റ്റോറിൽ നിന്നും അൺഅക്കാദമി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം സുധീഷ് രാഘവൻ എന്ന പേരിലുള്ള ഈ പ്രൊഫൈൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാവും. ഓരോ കോഴ്സുകളും കാണുന്നതോടൊപ്പം തന്നെ റേറ്റ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാ കൂട്ടുകാർക്കും PSC 360യിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് 2018 ഡിസംബർ 15-16 തീയതികളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യം ദിനാചരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസംബർ 15 ഇൻ്റർനാഷണൽ ടീ ഡേ ആയിട്ടാണ് ആചരിച്ചത്. ചായ ദിനമായിട്ടാണ് അത്, അല്ലെങ്കിൽ തേയില ദിനമായിട്ടാണ് ആചരിച്ചത്. ഇതൊരു UN ദിനാചരണമല്ല, എന്നാലും ഈ ഒരു ദിനത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്നുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞതാണ്. അടുത്തത് ഡിസംബർ 16 വിജയ് ദിവസ് ആയിട്ടാണ് ആചരിച്ചത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യയുടെ വിജയത്തിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ആ വിജയത്തിൻ്റെ ഓർമ്മയ്ക്കാണ് വിജയ് ദിവസ് ആയിട്ട് ആചരിക്കുന്നത് ഡിസംബർ 16. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് 54ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് അമിതാവ് ഘോഷാണ് 54ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. ആദ്യമായിട്ടാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു വ്യക്തിക്ക് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ജ്ഞാനപീഠം നേടുന്ന ആദ്യ വ്യക്തിയും അമിതാവ് ഘോഷാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിനാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതികൾ ദ ഷാഡോ ലൈൻസ്, സീ ഓഫ് പോപ്പീസ്, ദ ഗ്ലാസ് പാലസ്, ദ ഹംഗ്രി ടൈഡ്, റിവർ ഓഫ് സ്മോക്ക് എക്സെട്ര. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതികൾ. അപ്പോൾ ഓർത്തു വയ്ക്കുക, 2018 54ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അമിതാവ് ഘോഷ്, ഇംഗ്ലീഷ് സാഹിത്യം. അടുത്തത് 941 ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആണവ നിലയം കൈഗ ആണവ നിലയം. കർണാടകത്തിലെ കൈഗ ആണവ നിലയമാണ് 941 ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആണവ നിലയം. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഭൂപേഷ് ബാഗേൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അംഗമാണ് അദ്ദേഹം. INC ആണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഭൂപേഷ് ബാഗേലാണ് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തത് പെരുന്തച്ചൻ എന്ന മലയാള സിനിമയുടെ സംവിധായകൻ ഈയിടെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് തോപ്പിൽ അജയൻ. പ്രത്യേകത, പ്രസിദ്ധനായിട്ടുള്ള തിരക്കഥാകൃത്തും അതുപോലെ നാടക രചയിതാവുമായിട്ടുള്ള തോപ്പിൽ ഭാസിയുടെ മകനാണ് തോപ്പിൽ അജയൻ. തോപ്പിൽ ഭാസി വളരെ പ്രസിദ്ധനായിട്ടുള്ള തിരക്കഥാകൃത്തും അതുപോലെ നാടകകൃത്തുമാണ് അദ്ദേഹം. സിനിമകളും സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണ് തോപ്പിൽ അജയൻ. പെരുന്തച്ചൻ എന്ന ഒറ്റ മലയാളം ചിത്രം കൊണ്ട് അദ്ദേഹം വളരെ പ്രസിദ്ധനായി. അദ്ദേഹം അന്തരിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാർക്ക് സൗജന്യ ഇലക്ട്രോണിക് വീൽ ചെയർ നൽകാനുള്ള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ പദ്ധതി ശുഭയാത്ര എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാർക്ക് സൗജന്യ ഇലക്ട്രോണിക് വീൽ ചെയർ നൽകാനായിട്ട് സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ പദ്ധതിയിടുന്നത്. 2016-2017 ബെസ്റ്റ് പെർഫോമിംഗ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റിനുള്ള പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയത് ടാറ്റ സ്റ്റീലാണ്. 2016-2017 ബെസ്റ്റ് പെർഫോമിംഗ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റിനുള്ള പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയത് ടാറ്റ സ്റ്റീൽ. കേന്ദ്ര സർക്കാരിൻ്റെ കൃഷി കർമ്മൺ അവാർഡ് നേടിയ സംസ്ഥാനം ജാർഖണ്ഡാണ്. യൂണിയൻ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ഹാഡ് സെലക്ടഡ്
ജാർഖണ്ഡ് ഫോർ കൃഷി കർമ്മൻ അവാർഡ് ഇൻ ദ റൈസ് കാറ്റഗറി. അതായത് നെൽകൃഷിയുടെ വിഭാഗത്തിലാണ് ജാർഖണ്ഡ് കൃഷി കർമ്മൻ അവാർഡിന് അർഹതയുള്ള സംസ്ഥാനമായി മാറിയത്. ജാർഖണ്ഡ് കൃഷി കർമ്മൻ അവാർഡ് കേന്ദ്ര സർക്കാരിൻ്റെ കൃഷി മന്ത്രാലയമാണ്, യൂണിയൻ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആണ് ഇത് നൽകുന്നത്, കൃഷി കർമ്മൻ അവാർഡ്. മിസ് ഇന്ത്യ വേൾഡ് വൈഡ് 2018 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ സൈനി ഇന്ത്യൻ വംശജയായിട്ടുള്ള ഇന്ത്യൻ വംശജയാണ് ശ്രീ സയാനി. അമേരിക്കക്കാരിയാണ്. ശ്രീ സയാനിക്കാണ് മിസ് ഇന്ത്യ വേൾഡ് വൈഡ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. 100 രൂപയ്ക്ക് മുകളിൽ മൂല്യം വരുന്ന ഇന്ത്യൻ നോട്ടുകൾ നിരോധിച്ച രാജ്യം നേപ്പാൾ. 100 രൂപയ്ക്ക് മുകളിൽ മൂല്യം വരുന്ന ഇന്ത്യൻ നോട്ടുകൾ 200 രൂപ, അതുപോലെ 500 രൂപ, 2000 രൂപ, ഈ നോട്ടുകളെല്ലാം തന്നെ നേപ്പാളിൽ നിരോധിച്ചിരിക്കുന്നു. അതായത് 100 രൂപയ്ക്ക് മുകളിൽ മൂല്യം വരുന്ന ഇന്ത്യൻ നോട്ടുകൾ നിരോധിച്ചത് നേപ്പാളിലെ കറൻസിയും രൂപ തന്നെയാണ്. അവിടെ ഇപ്പോൾ ഇന്ത്യൻ രൂപയായിട്ടുള്ള 100-ന് മുകളിൽ മൂല്യം വരുന്ന ഇന്ത്യൻ നോട്ടുകൾ നിരോധിച്ചിരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഏത് ചുഴലിക്കാറ്റിനെ പറ്റിയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്? ഫെത്തായി എന്ന ചുഴലിക്കൊടുങ്കാറ്റ് ആദ്യം രൂപം കൊണ്ടത് ആന്ധ്രാപ്രദേശിൻ്റെ തീരത്താണ്, പിന്നീട് തമിഴ്നാട് തീരത്തേക്ക് മാറി. അപ്പോൾ ഇതിന് പേര് നൽകിയത് തായ്ലൻഡാണ്. ഓരോ ചുഴലിക്കൊടുങ്കാറ്റുകൾക്കും മുൻകൂട്ടി പേരുകൾ നൽകിയിട്ടുണ്ട്. ഓരോ രാജ്യങ്ങൾക്കാണ് അങ്ങനെ പേരുകൾ നൽകാനുള്ള ചുമതല. അപ്പോൾ തായ്ലൻഡ് പേര് നൽകിയതാണ് ഫെത്തായി എന്ന ഈ ചുഴലിക്കൊടുങ്കാറ്റ്. അപ്പോൾ ഇത് ചോദ്യം വരാൻ സാധ്യത എങ്ങനെയാണ്? 2018 ഡിസംബർ മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ പേര്. ഇതേ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ വർഷം ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത് ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ പേര്. അപ്പോൾ മാസവും അതുപോലെ തന്നെ ഈ ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ പേര് നമ്മൾ ഓർത്തു വയ്ക്കണം. 2018 ഡിസംബറിൽ രൂപം കൊണ്ട ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ പേര് ഫെത്തായി. അങ്ങനെ തന്നെ ഇത് പഠിച്ചു വയ്ക്കണം. പരീക്ഷയ്ക്ക് അങ്ങനെയാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഒഡീഷയിലെ കടലാമകളുടെ സംരക്ഷണത്തിനായി ഓപ്പറേഷൻ ഒലീവ നടപ്പിലാക്കിയ ഇന്ത്യൻ സൈനിക വിഭാഗം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഒഡീഷയിലെ കടലാമകളുടെ സംരക്ഷണത്തിനായി ഓപ്പറേഷൻ ഒലീവ എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കിയത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ്. ഇന്ത്യൻ സൈനിക വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ്. ഒലീവ് റിഡ്ലി സീ ടർട്ടിൽസ് എന്നാണ്. അതായത് ഒലീവ് റിഡ്ലി എന്ന ഇനത്തിൽപ്പെട്ട കടലാമകളാണ്, വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകളാണ്. അത് ദേശാടനം നടത്തി ഒഡീഷയുടെ തീരത്തേക്ക് എത്തുന്നതാണ്. ഗാഹിർമാത മറൈൻ സാങ്ച്വറിയിലാണ് ഇവ കാണപ്പെടുന്നത് ഒഡീഷയിൽ. അപ്പോൾ അതും ഓർത്തു വയ്ക്കുക. ഒലീവ് റിഡ്ലി കടലാമകൾ കാണപ്പെടുന്ന ഏത് മറൈൻ സാങ്ച്വറി ആണെന്ന് ചോദിച്ചാൽ ഗാഹിർമാത മറൈൻ സാങ്ച്വറി, ഒഡീഷയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതും ഓർത്തു വയ്ക്കുക. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് ഈ ഒരു സംരക്ഷണത്തിനായി ഓപ്പറേഷൻ ഒലീവ എന്ന പേരിലുള്ള സംരക്ഷണ പദ്ധതി നടപ്പിലാക്കിയത്. അടുത്തത് ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി വീണ്ടും ചുമതലയേറ്റത് റനിൽ വിക്രമസിംഗെ. 23ാമത്തെ പ്രധാനമന്ത്രിയായിട്ടാണ് റനിൽ വിക്രമസിംഗെ ചുമതലയേറ്റത്. മുൻപും ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായിരുന്നു. പിന്നീട് രാഷ്ട്രീയപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം രാജിവെക്കേണ്ടി വന്നു. അതിനുശേഷം വീണ്ടും അദ്ദേഹം ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റിരിക്കുകയാണ് റനിൽ വിക്രമസിംഗെ. യൂണിയൻ റെയിൽവേസ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ ആൻഡ് ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ വിജയ് റൂപാണി ഡെഡിക്കേറ്റഡ് ദ നാഷൻസ് ഫസ്റ്റ് നാഷണൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് NRTI ഇൻ വഡോദര, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ യൂണിവേഴ്സിറ്റി, റെയിൽവേ സർവകലാശാല രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കേന്ദ്ര റെയിൽ മന്ത്രി പീയൂഷ് ഗോയലും ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് റൂപാണിയും ചേർന്നാണ് രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. അപ്പോൾ അത് വഡോദരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലെ വഡോദരയിലാണ് നിലവിൽ വന്നത്. നാഷണൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് NRTI എന്നാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത ഇന്ത്യയിൽ ആദ്യത്തേതും ലോകത്തിൽ മൂന്നാമത്തേതുമായിട്ടുള്ള റെയിൽവേ യൂണിവേഴ്സിറ്റിയാണിത്. The Vice Chancellor of the University is Ashwini Lohani, who is the Chairman of the Railway Board of India. ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ ചെയർമാനായിട്ടുള്ള അശ്വിനി ലൊഹാനിയാണ് ഇതിൻ്റെ വൈസ് ചാൻസലർ. ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലർ, ചെയർമാൻ ഓഫ് ദ റെയിൽവേ ബോർഡ് അശ്വിനി ലൊഹാനിയാണ്.
Jammu and Kashmir becomes first state to have law banning sexual exploitation of women. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമണങ്ങൾ നിരോധിച്ച, നിയമം മൂലം നിരോധിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജമ്മു കാശ്മീരാണ്. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ നിയമം മൂലം നിരോധിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ജമ്മു കാശ്മീർ. Where was India's first private sector unit for manufacturing unmanned aerial vehicles UAVs inaugurated? ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യമായിട്ട് സ്വകാര്യ മേഖലയിൽ UAVs എന്നറിയപ്പെടുന്ന, അതായത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്, ഡ്രോണുകൾ പോലെയുള്ള മനുഷ്യരെ വഹിച്ചുകൊണ്ട് പോകാത്ത ചെറിയ വാഹനങ്ങളെയാണ് UAV എന്ന് വിളിക്കുന്നത്. ഡ്രോണുകൾ, അതുപോലെ ചെറുവിമാനങ്ങൾ, അതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇത് നിർമ്മിക്കുന്ന ആദ്യത്തെ സ്വകാര്യ സംരംഭം ആരംഭിക്കുന്നത് ഹൈദരാബാദിലാണ്. ഓർത്തു വയ്ക്കുക, ഹൈദരാബാദ്. Name the Intelligence Bureau Director who received an extension of tenure for 6 months. രാജീവ് ജെയിൻ. ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടർ സ്ഥാനത്തുണ്ടായിരുന്നത് രാജീവ് ജെയിൻ ആണ്. അദ്ദേഹത്തിൻ്റെ പദവി 6 മാസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ചീഫ് ഓഫ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അനിൽ കെ ദസ്മാന റിസീവ്ഡ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ടെന്യൂർ ഫോർ 6 months. അതുപോലെ തന്നെ റോയുടെ ചീഫായിട്ടുള്ളത്, റോ റിസർച്ച് ആൻഡ് അനലൈസ് വിങ്, അതിൻ്റെ തലവനായിട്ടുള്ള അനിൽ ദസ്മാനയ്ക്കും 6 മാസത്തേക്ക് ആ പദവി തുടരാനായിട്ട് പദവി നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. അടുത്തത്, നാസാസ് ഒസിരിസ് റെക്സ് സ്പേസ് ക്രാഫ്റ്റ് ഹാസ് ഫൗണ്ട് എവിഡൻസ് ഓഫ് വാട്ടർ ഓൺ ആസ്ട്രോയിഡ് ബെനു. നാസയുടെ ഒസിരിസ് റെക്സ് എന്ന സ്പേസ് ക്രാഫ്റ്റ് അത് കണ്ടെത്തിയിരിക്കുന്നത് ബെനു എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ക്ഷുദ്രഗ്രഹം അഥവാ ആസ്ട്രോയിഡിൽ ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ്. നാസയുടെ ബഹിരാകാശ പേടകമായുള്ള ഒസിരിസ് റെക്സ്. Name the new human protein discovered by researchers to fight the Ebola virus. RBBP6. എബോള വൈറസിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള മനുഷ്യരിലെ പ്രോട്ടീൻ കണ്ടെത്തിയത്, അതിൻ്റെ പേരാണ്, ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു, അതിൻ്റെ പേരാണ് RBBP6. 2020 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനിലാണ് 2020 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത്. ബാഡ്മിൻ്റൺ വേൾഡ് ടൂർ ഫൈനൽസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം PV സിന്ധു. PV സിന്ധു ആണ് ബാഡ്മിൻ്റൺ വേൾഡ് ടൂർ ഫൈനൽസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. ഫൈനലിൽ ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയെയാണ് PV സിന്ധു പരാജയപ്പെടുത്തിയത്. ഇതേ ജപ്പാനിൻ്റെ നൊസോമി ഒക്കുഹാര തന്നെയായിരുന്നു ഒളിമ്പിക്സിൽ PV സിന്ധുവിനെ പരാജയപ്പെടുത്തിയത്. ഒളിമ്പിക്സിൽ PV സിന്ധുവിന് വെള്ളി മെഡലാണ്, അതായത് 2ാം സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. അതിൽ PV സിന്ധുവിനെ പരാജയപ്പെടുത്തിയത് ജപ്പാൻ്റെ നൊസോമി ഒക്കുഹാര തന്നെയായിരുന്നു. ഇവിടെ ജപ്പാൻ്റെ നൊസോമി ഒക്കുഹാരയാണ് ബാഡ്മിൻ്റൺ വേൾഡ് ടൂർ ഫൈനൽസിൽ PV സിന്ധു പരാജയപ്പെടുത്തിയത്. 21st ഉഷ നാഷണൽ അത്ലറ്റിക് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഫോർ ദ ബ്ലൈൻഡ് കൺക്ലൂഡ്സ് ഇൻ ന്യൂഡൽഹി. ബ്ലൈൻഡ് അതായത് അന്ധരായവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അത്ലറ്റിക് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു 21ാമത് ഉഷ നാഷണൽ അത്ലറ്റിക് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ അതിന് വേദിയായ സ്ഥലം ന്യൂഡൽഹി. അത് സമാപിച്ചു എന്നാണ് വാർത്ത. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് PSC 360യുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ഏറ്റവും ആദ്യം ലഭിക്കുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ PSC 360യുടെ മറ്റു കമ്മ്യൂണിറ്റികളായിട്ടുള്ള ടെലിഗ്രാം ചാനൽ, വാട്സപ്പ് ഗ്രൂപ്പ്, ഫേസ്ബുക്ക് പേജ് ഇവ ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അൺഅക്കാദമി എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് സുധീഷ് രാഘവൻ എന്ന പേരിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലാസ്സുകളും അൺഅക്കാദമിയിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അത് കാണാത്തവർ തീർച്ചയായിട്ടും പ്ലേ സ്റ്റോറിൽ നിന്നും അൺഅക്കാദമി ലേണിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം സുധീഷ് രാഘവൻ എന്ന പേരിലുള്ള പ്രൊഫൈൽ ഫോളോ ചെയ്യുക. അതിലെ കോഴ്സുകൾ റേറ്റ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും മറക്കരുത്.
അപ്പോൾ എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.